77 ടൺ ചരക്ക് വഹിക്കാൻ ശേഷി. ചൈനീസ് അതിർത്തി ഇനി ഭദ്രമാണ്. കരുത്തുകൂട്ടുന്നതിന് 5 C-17 ഗ്ലോബ് മാസ്റ്റർ 3 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് കൂടി അമേരിക്കൻ വ്യോമസേനയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന വാങ്ങാൻ പദ്ധതിയിടുന്നു. C-17 ഗ്ലോബ് മാസ്റ്റർ 3 നിരവധി സവിശേഷതകൾ നിറഞ്ഞ എയർക്രാഫ്റ്റുകളിലൊന്നാണ്. സൈനികരെ വേഗത്തിൽ ദീർഘദൂരം എത്തിക്കാൻ ഈ എയർക്രാഫ്റ്റിന് കഴിയുന്നു. 2022 ഈ വിമാനം അരുണാചൽ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന ലാൻഡ് ചെയ്തിരുന്നു. C-17 ഗ്ലോബ് മാസ്റ്റർ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യമാണിപ്പോൾ ഇന്ത്യ. ഒന്നാമത് അമേരിക്ക തന്നെയാണ്. 222 C-17 ഗ്ലോബ് മാസ്റ്റർ അവരുടെ കൈവശമുണ്ട്. ഇന്ത്യയിൽ നിലവിൽ C-17 ഗ്ലോബ് മാസ്റ്റർ 11 എണ്ണമാണുള്ളത്. സൈനിക ഓപ്പറേഷനുകൾക്കും ദുരന്ത നിവാരണ ദൌത്യങ്ങൾക്കും ഒരുപോലെ 5 C-17 ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഇന്ത്യൻ വ്യോമസേന ദീർഘനാളായി റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് 2035ഓടെ പിൻവലിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കൂടാതെ ഇതിന്റെ പ്രവർത്തന ചെലവ് വളരെ കൂടുതലാണ്. ഇത് ഇന്ത്യൻ വ്യോമസേനയിൽ C-17ന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ഈ വിമാനത്തിലൂടെ ചരക്കുകൾ വേഗത്തിലെത്തിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരേ സമയം 77 ടൺ ചരക്ക് വരെ വഹിക്കാൻ കഴിയും. സൈനികരെയും ടാങ്ക്, ഹെലികോപ്റ്റർ തുടങ്ങിയ യുദ്ധ സാമഗ്രികളെയും ഒരേ സമയം ഈ വിമാനത്തിന് വഹിക്കാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള പല ഓപ്പറേഷനുകളിലും C-17 തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ചൈനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 5 വർഷത്തിനു ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ നടന്ന പ്രത്യേക യോഗത്തിൽ അതിർത്തി കടന്നുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ 6 കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷം ധാരണയായിരുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താനും ഇരു വിഭാഗങ്ങളും ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള നദീതട സഹകരണം, നാദുല അതിർത്തി വ്യാപാരം, കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കൽ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായത്തിൽ എത്തിയതായിരുന്നു അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിർത്തി പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ തുടരുന്നതിനും അടുത്ത വർഷം ഇന്ത്യയിൽ വെച്ച് പ്രത്യേക പ്രതിനിധി യോഗം ചേരാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയിൽ അന്ന് ധാരണയെടുത്തു. അതിർത്തി കടന്നുള്ള യാത്രാ സഹകരണവും അന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതിർത്തി തർക്കം ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ശ്രമം തുടരും. സേനാ പിന്മാറ്റത്തിനും പട്രോളിംഗിനുമുള്ള ധാരണ ഉടൻ നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കൈലാസ് മാനസരോവർ യാത്ര പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും അന്ന് എടുക്കുമെന്ന് തീർച്ച നൽകിയിരുന്നു. അതിർത്തി കടന്നുള്ള വിവരങ്ങൾ പങ്കിടൽ, വ്യാപാരം തുടങ്ങിയവയും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കാൻ ഇന്ത്യ ചൈന സൗഹൃദം തുടരണമെന്നും അന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയിലെത്തി.